ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് നോമ്പിൻ്റെ അന്നത്തെ ഒരു ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് പിന്നീട് തണുക്കുമ്പോൾ ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 900 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയതുകൊണ്ട് ഞാൻ പിന്നീട് ചേർക്കുന്നില്ല. ബോൺലെസ് ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് സ്പ്രിംഗ് റോളിലേക്കും സമൂസയ്ക്കും വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് റോളിൻ്റെ ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/3 ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടും സമൂസയ്ക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ യൂസ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിന് ഇടയിലാക്കി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. അതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ പച്ചമുളകോ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കുറച്ച് മാത്രം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വെന്തോ കുഴഞ്ഞൊന്നും പോകണ്ട. അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മുന്തിരിയൊക്കെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സമൂസയുടെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴന്നു വന്നപ്പോൾ സവാള, ഒരു വലിയ സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴന്നു വന്നപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സവാളയുടെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടിയോ ഗരം മസാലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒറിഗാനോ ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ മൈദ മാവിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇതുപോലെ 1-2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ചിക്കനിലേക്കെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് പ്രത്യേകിച്ച് അളവൊൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം കൂടുതൽ പോലെ ഇരിക്കരുത്. ഒന്ന് ഒരു നല്ല തിക്കായിട്ട് ഇരിക്കുന്ന രീതിയിൽ പാൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
നല്ല ടേസ്റ്റുള്ളൊരു സമൂസയുടെ ഫില്ലിംഗ് ആണിത്. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സമൂസയുടെ ഫില്ലിങ്ങും അതുപോലെ സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിങ്ങും ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് റോൾ ഷീറ്റിലേക്കും സമൂസ ഷീറ്റിലേക്കും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് മൈദയുടെ പേസ്റ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സമൂസയ്ക്കും സ്പ്രിംഗ് റോളിനും ഒക്കെയുള്ള ഷീറ്റ് വീട്ടിലുണ്ടാക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂർ മുമ്പ് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. എങ്കിൽ മാത്രമേ പൊട്ടിപ്പോവാതെ നല്ലപോലെ നമുക്ക് സമൂസയുടെ ആയാലും സ്പ്രിംഗ് റോളിൻ്റെ ആയാലും ഷീറ്റ് നന്നായിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എൻഡിലായിട്ട് കുറച്ച് മൈദയുടെ പേസ്റ്റും സ്പ്രെഡ് ചെയ്തിട്ട് ഇതങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്നത് ചെറിയ അളവിലുള്ള സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിലാണ്. സ്പ്രിംഗ് റോളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കൂടുതലായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. സമൂസ ഷീറ്റ് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ഞാൻ ഈ ഒരു സമൂസ ഷീറ്റാണ് വാങ്ങിക്കാറ്. അത്യാവശ്യം നല്ലൊരു സമൂസ ഷീറ്റാണിത്. അപ്പോൾ ഇതും നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കണം. ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയിട്ട് വേണം ഇത് സമൂസ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തി നിറച്ചൊന്നും വെക്കണ്ട. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഫോൾഡാക്കി എടുക്കാം. എൻഡിൽ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ബാക്കി ഇതുപോലെ എൻഡിൽ വരുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് മടക്കി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ആദ്യം ഇതുപോലെ കോണാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള സമൂസ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ ടിന്നിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പിറ്റേ ദിവസമൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിത് ഇന്നത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. കഞ്ഞി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ പൊടിയരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആശാൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം. ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഉലുവയും ചേർത്തിട്ട് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ തിളച്ച വെള്ളത്തോടെ ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ചട്ടിയിൽ വെക്കുന്നതാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ്. മുന്തിരിയൊക്കെ തണുത്ത് വന്നപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ചിക്കൻ കറിയും ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും ജീരകോടെ മിക്സിയിൽ അരിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് തിളച്ച വെള്ളത്തോടെ ചേർത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മല്ലിയിലയോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അരിപ്പത്തിരിയാണ് ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ റെഡിയാവുന്നുണ്ട്. വൈകുന്നേരത്തെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഡേറ്റ്സും എല്ലാം ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്നാക്സാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ സ്നാക്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യവും ഞാനിതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കലാണ്. ഈ പ്രാവശ്യം ഫ്ലാറ്റിൻ്റെ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ഇതൊന്നും ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോമ്പ് 1-ൻ്റെ അന്നാണ് ഇത് ഒക്കെ ചെയ്ത് വെച്ചത്. സ്പ്രിംഗ് റോള് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമൂസ കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അത്യാവശ്യത്തിന് മാത്രം ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. കൂടുതലായിട്ടും ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. പിന്നെ നന്നാറി സർബത്താണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കാണിച്ചിട്ടുള്ള സമൂസയും സ്പ്രിംഗ് റോളും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്